മിഡിൽ ഈസ്റ്റിൻ്റെ ചരിത്ര വഴികളെ തേടുമ്പോഴോ അല്ലെങ്കിൽ നിരന്തരം തുടർന്നു പോരുന്നതായ ഇസ്രയേൽ പലസ്തീൻ പ്രശ്നങ്ങളുടെ തുടക്ക വഴികൾ പരിഗണിക്കുമ്പോഴുമൊന്നും ലെബനൻ എന്നൊരു രാജ്യത്തെ ആ കാല ചരിത്രത്തിൽ പ്രശ്നങ്ങളുടെ മേഖലയിൽ എവിടെയും കാണാനാവില്ല. സത്യത്തിൽ ഒരു കാലഘട്ടത്തിന് മുന്നേ അല്ലെങ്കിൽ ഒരു 50 വർഷം മുന്നെയൊക്കെ അറബ് മേഖലയിൽ ഏറ്റവും ഉന്നതമായ ജീവിത നിലവാരം പുലർത്തിയിരുന്ന ഒരു രാജ്യമായിരുന്നു ലെബനൻ എന്നത്. ഇസ്രയേലൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ അറബ് മേഖലയിലെ മറ്റു പല രാജ്യങ്ങളും ജൂതന്മാർക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും ലെബനനിലെ ജൂതന്മാർ പൂർണ്ണ സുരക്ഷയോടെ കഴിഞ്ഞിരുന്നു എന്നതും കാണാവുന്നതാണ്. പല മതവിഭാഗങ്ങൾ ചേർന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ലെബനനിലെ സാമൂഹിക മേഖലയിൽ 8000-ഓളം ജൂതന്മാർ ജീവിക്കുകയും അവിടെയുള്ള സാമൂഹിക, സാംസ്കാരിക, വ്യാവസായിക മേഖലകളിലൊക്കെ നിർണായക സ്വാധീനമായി നിലകൊള്ളുകയും ഉണ്ടായിട്ടുണ്ട്. ലെബനനിലെ തന്നെ തീവ്രവാദി വിഭാഗങ്ങളുടെയൊക്കെ ആക്രമണ ഭീഷണിക്കൊക്കെ ജൂതന്മാർ വിധേയരായപ്പോൾ അവരെ സംരക്ഷിക്കാൻ ലെബനനിലെ മറ്റ് വിഭാഗങ്ങൾ തയ്യാറായി എന്നതുമാണ് ചരിത്രം. മറ്റൊരർത്ഥത്തിൽ അറബ് മേഖലയിൽ പൊതുവെ നിലനിന്നിരുന്ന ഒരു എതിരാളി മനോഭാവമൊന്നും ലെബനീസ് ജനതയ്ക്ക് ജൂതന്മാരോട് ഉണ്ടായിരുന്നില്ല. ഇസ്രയേൽ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ജൂതന്മാർ ഇസ്രയേലിലേക്ക് പോവുകയുണ്ടായല്ലോ. അവർ അങ്ങോട്ട് പോയതുപോലെ തന്നെ യുദ്ധങ്ങളുടെ ഭാഗമായി പലസ്തീൻ ജനതയും വലിയ തോതിൽ പലായനം ചെയ്യേണ്ടി വരികയും അവർ ലെബനൻ ഉൾപ്പെടുന്ന സമീപ രാജ്യങ്ങളിലേക്കൊക്കെ എത്തുകയുമുണ്ടായി. അപ്പോഴും അതൊരു ലെബനൻ ഇസ്രയേൽ പ്രശ്നമായി നമുക്ക് കാണാനാവില്ല. അങ്ങനെയെങ്കിൽ എവിടെയാണ് ലെബനനെ ഇസ്രയേൽ ഒരു എതിരാളിയായി കണ്ടു തുടങ്ങിയത്? അല്ലെങ്കിൽ ലെബനനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്ന ഇസ്രയേലുമായുള്ള സംഘർഷങ്ങളുടെ കാരണം എന്തായിരിക്കും? വിശദമാക്കാം. സത്യത്തിൽ ഇസ്രയേലിൻ്റെ രൂപീകരണത്തെ തുടർന്ന് വലിയ തോതിൽ പരോക്ഷമായി പ്രശ്നങ്ങൾ നേരിട്ട ഒരു രാജ്യമാണ് ലെബനൻ എന്നത്. അത് ആത്യന്തികമായി ആ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന തന്നെ തകർക്കുന്നതിലും രാജ്യത്തെ പൂർണ്ണമായും അസ്ഥിരതയിലേക്ക് തള്ളിവിടുന്നതിനുമൊക്കെ കാരണമായിട്ടുമുണ്ട്. ചുരുക്കിയാൽ ഇസ്രയേലിൻ്റെ രൂപീകരണത്തെ തുടർന്ന് വലിയ നഷ്ടം നേരിടേണ്ടി വന്ന രാജ്യമാണ് ലെബനൻ എന്നത്. ലെബനൻ്റെ പൊതുവായ ഒരു അവസ്ഥ പരിശോധിക്കുമ്പോൾ കൃത്യമായ ഒരു ഭൂരിപക്ഷമൊന്നുമില്ലാത്ത ഒട്ടേറെ മതവിഭാഗങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമായി ലെബനനെ നമുക്ക് കാണാനാവും. 1948 ശേഷം ഇസ്രായേൽ പലസ്തീൻ യുദ്ധകാരണ ഫലമായി ഒട്ടേറെ മുസ്ലിങ്ങൾ ലെബനൻ മേഖലകളിലേക്ക് പലായനം ചെയ്യുകയുണ്ടായല്ലോ. എന്നാൽ ഇങ്ങനെ വരുന്നവർക്ക് പൗരത്വം നൽകിയാൽ അത് ലെബനനിൽ നിലനിൽക്കുന്ന ജനസംഖ്യാനുപാതിക വ്യവസ്ഥയിൽ വലിയ മാറ്റം സൃഷ്ടിക്കുമെന്നും അത് ആഭ്യന്തരമായി വലിയ പ്രശ്നങ്ങളിലേക്ക് രാജ്യത്തെ കൊണ്ടുചെന്നെത്തിക്കുമെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു. ലെബനനിൽ പല മേഖലകളിലും ഉയർന്നു നിൽക്കുന്ന ക്രിസ്ത്യാനി വിഭാഗങ്ങൾ പാലസ്തീനികൾക്ക് പൗരത്വം നൽകിയാൽ പ്രശ്നങ്ങൾ ഗുരുതരമാവുമെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഏതായാലും ഒട്ടേറെ പാലസ്തീനികൾ ലെബനനിൽ അഭയം തേടുകയും ജീവിക്കുകയുമുണ്ടായി. 1967 6 ദിന യുദ്ധത്തിന് ശേഷവും ഒട്ടേറെ പേർ ലെബനൻ മേഖലകളിലേക്ക് എത്തുകയുണ്ടായി. എന്നാൽ ഈ ഒരു സമയമായപ്പോഴേക്ക് ലെബനനിൽ നിന്ന് ഇസ്രയേലിനെ ആക്രമിക്കുക എന്നൊരു നയം സൃഷ്ടിക്കപ്പെട്ടു. അതിന് ബലമേകിക്കൊണ്ട് അവിടെ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ഉണ്ടായിരുന്നു. അപ്രകാരം ലെബനനിൽ നിന്ന് പാലസ്തീൻ ജനത ഇസ്രയേലിനെ ആക്രമിക്കുക എന്നൊരു നയം ലെബനനിലെ ജനങ്ങൾക്കിടയിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാവുകയാണ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ലെബനൻ പല വിഭാഗങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണല്ലോ. അതുകൊണ്ട് തന്നെ പാലസ്തീനികൾക്ക് അഭയം നൽകിയതിനെ എതിർക്കുന്ന ഒരു വിഭാഗം അവിടെയുണ്ട്. എന്നാൽ സ്വന്തം പ്രദേശം നഷ്ടപ്പെട്ടവരെ സംരക്ഷിക്കണമെന്ന് പറയുന്ന മറ്റൊരു വിഭാഗവും അവിടെ ഉണ്ടായിരുന്നു. ആ ജനതയ്ക്കായി ലെബനനും പോരാടണമെന്നും ഈ വിഭാഗം വാദിച്ചുകൊണ്ടിരുന്നു. ചുരുക്കിയാൽ പാലസ്തീൻ പ്രശ്നം ലെബനനിൽ 1950കളിൽ തന്നെ സാമൂഹികവും രാഷ്ട്രീയവുമായ വലിയ പ്രശ്നങ്ങൾക്ക് വഴി തുറന്നിടുകയാണ് ഉണ്ടായത്. ഇനി PLOയുടെ ഗറില്ല പോരാളികൾ സൗത്ത് ലെബനൻ കേന്ദ്രമാക്കിക്കൊണ്ട് ഇസ്രയേലിനെ ആക്രമിച്ചാൽ സ്വാഭാവികമായും അതിനെതിരെ ഇസ്രയേൽ തിരിച്ചടിക്കുകയും ചെയ്യുമല്ലോ. 1968 കാലത്ത് ജോർദാൻ്റെയൊക്കെ സഹായത്തോടെ PLO ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി. 1968 ഇസ്രയേൽ ബൈറൂട്ട് വിമാനത്താവളം ആക്രമിച്ചതും 13 വിമാനങ്ങൾ നശിപ്പിച്ചതുമൊക്കെ ഇതിൻ്റെ തിരിച്ചടിയായി കൂടി ലെബനൻ മേഖലകളിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. പലപ്പോഴും അടികളും തിരിച്ചടികളും തുടർന്നതോടെ ലെബനനിലെ ജനങ്ങൾക്കിടയിൽ തന്നെ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു തുടങ്ങി. പാലസ്തീൻ ജനതയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം നിയന്ത്രിക്കണമെന്നും അവർ അഭയാർത്ഥികളായി തന്നെ തുടരണമെന്നും ജൂതർക്കെതിരെ ആക്രമണം നടത്തരുതെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടു തുടങ്ങി.
എന്നാൽ പാലസ്തീൻ വിമോചന സമരത്തിന് എല്ലാവിധ സഹായവും നൽകണമെന്ന് മറ്റൊരു വിഭാഗവും നിലപാടെടുത്തു. PLOയുടെ ആംഡ് വിഭാഗത്തെ പുറത്താക്കാൻ മാത്രം ശക്തി ആ സമയ ലെബനൻ സൈന്യത്തിനും രാഷ്ട്രീയ വിഭാഗത്തിനും ഇല്ല എന്നുകൂടി നമുക്കിവിടെ അനുമാനിക്കാം. ഏതായാലും ഈ ഒരു വലിയ പ്രശ്നം ലെബനനിൽ ഭരണസ്തംഭനത്തിന് തന്നെ കാരണമായി മാറുകയാണ്. ഈ ഒരു പ്രശ്നം ലെബനനെ തന്നെ രണ്ടായി വിഭജിക്കുമെന്ന സ്ഥിതിവിശേഷം പോലും അവിടെ കടന്നു വരികയുണ്ടായി. പ്രസിഡന്റ് പാലസ്തീനികളെ നിയന്ത്രിക്കണമെന്ന നിലപാടെടുത്തപ്പോൾ പ്രധാനമന്ത്രി അതിനോട് വിയോജിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ ഒരു സ്ഥിതിവിശേഷം പരിഹരിക്കുന്നതിനായി ചർച്ചകളൊക്കെ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി കെയ്റോ എഗ്രിമെൻ്റ് ഒപ്പുവെക്കുകയും ചെയ്തു. ഈ ഒരു എഗ്രിമെൻ്റ് പൊതുവെ PLOയ്ക്ക് അനുകൂലമായതായി വിലയിരുത്തപ്പെടുന്നു. കാരണം PLO ക്യാമ്പുകളൊക്കെ ഉണ്ടായിരുന്ന മേഖലയുടെ നിയന്ത്രണ ചുമതല ലെബനീസ് ആർമി ഇവർക്ക് വിട്ടുകൊടുക്കുകയുണ്ടായി. അതോടെ ഈ മേഖലകളിൽ നിലയുറപ്പിച്ചുകൊണ്ട് PLO ഇസ്രയേലിനെതിരെ കൂടുതലായി ആക്രമണങ്ങൾ നടത്തുന്നതിന് വഴി തുറക്കുകയാണ്. സ്വാഭാവികമായും ആക്രമണങ്ങൾ വന്നതോടെ ഇസ്രയേലും തിരിച്ചടിക്കുകയുണ്ടായി. രാജ്യം മറ്റൊരു ജനതയ്ക്ക് വേണ്ടി ഒരു സംഘർഷ മേഖലയായി മാറുന്നത് ക്രിസ്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീർത്തും അംഗീകരിച്ചില്ല. കെയ്റോ എഗ്രിമെൻ്റ് നടപ്പാക്കിയാൽ അത് ഒരു തുറന്ന യുദ്ധത്തിന് വഴി തുറന്നിടും എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ വീണ്ടും ഉയർന്നു തുടങ്ങി. PLOയ്ക്കാണെങ്കിൽ അറബി നാടുകളിൽ നിന്ന് വലിയ തോതിൽ സാമ്പത്തിക സഹായം കൂടി ലഭിച്ചത് അവരുടെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കാരണമാവുകയാണ്. 1970 കാലത്ത് ജോർദാനിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് അവിടെ നിന്നും PLOയെ പുറത്താക്കുകയുണ്ടായി. അപ്രകാരം പുറത്താക്കപ്പെട്ടവരും ലെബനൻ അതിർത്തി മേഖലകളിലേക്ക് തന്നെയാണ് എത്തപ്പെട്ടത്. ആ സമയം ഈ മേഖലയിൽ PLO ഒരു ശക്തിയായി മാറിയതുകൊണ്ട് തന്നെ വന്നവരും ആ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്രകാരം ദക്ഷിണ ലെബനൻ ആസ്ഥാനമാക്കിക്കൊണ്ട് ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ ശക്തിപ്പെട്ടു. ലെബനീസ് മണ്ണിൽ നിന്നും മറ്റൊരു രാജ്യത്തെ വേറെയൊരു ജനതയ്ക്കായി ആക്രമിക്കുന്നത് രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് എതിരാണെന്നതും അത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് പോലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നൊരു വാദം മറ്റു മേഖലകളിൽ ശക്തമാവുകയാണ്. കെയ്റോ ഒത്തുതീർപ്പ് ഉടമ്പടി പിൻവലിക്കാൻ നീക്കങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി ഉണ്ടായെങ്കിലും മുസ്ലിം പാർട്ടികളുടെ ശക്തമായ എതിർപ്പിൽ അത് വിജയം കണ്ടില്ല. ഇസ്രയേലിൻ്റെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായാൽ രാജ്യത്തിൻ്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി തന്നെ തകരുമെന്ന നിലയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വീണ്ടും ചർച്ചകൾ ഉണ്ടാവുകയും ദക്ഷിണ ലെബനൻ കേന്ദ്രീകരിച്ചുള്ള സൈനിക നീക്കങ്ങൾ ഒഴിവാക്കാമെന്ന് PLO സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അത് ഉണ്ടായില്ല. 1972 കാലത്ത് വലിയ തോതിൽ തന്നെ ആക്രമണങ്ങൾ ഉണ്ടായി. ഇതിന് മറുപടി എന്നോണം ഇസ്രയേൽ ദക്ഷിണ ലെബനൻ മേഖല ആക്രമിക്കുകയും ചില നഗരങ്ങളൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഇത്തരത്തിലുള്ളൊരു അവസ്ഥ ലെബനൻ എന്ന രാജ്യത്തിൻ്റെ ആഭ്യന്തര സമാധാനത്തെ പൂർണ്ണമായും തകർക്കുകയാണ്. രാജ്യം സാമ്പത്തികമായി തന്നെ വലിയ തോതിൽ തകർന്നു തുടങ്ങി. തൊഴിലില്ലായ്മ വർദ്ധിച്ചു. ഭരണമേഖലകൾക്കെതിരെ പ്രതിപക്ഷത്തിൻ്റെ ശക്തി വർദ്ധിച്ചു വന്നു. ഇതൊന്നും വിഷയമല്ലാത്ത രീതിയിൽ ഇസ്രയേൽ PLO ആക്രമണങ്ങളും തുടർക്കഥയായി. ഈ സമയം ഇസ്രയേലിൻ്റെ ടാർഗറ്റഡ് അറ്റാക്കുകളും സൃഷ്ടിക്കപ്പെടുകയാണ്. PLO നേതാക്കളെ ലക്ഷ്യം വെച്ച് ബൈറൂട്ടിലടക്കം ആക്രമണം വന്നതോടെ ലെബനൻ ഗവൺമെൻറ് എന്നത് തീർത്തും ദുർബലർ എന്നൊരവസ്ഥ അവിടെ വരികയാണ്. ലെബനന് ഇസ്രയേൽ PLO പ്രശ്നത്തിൽ നേരിട്ട് ബന്ധമൊന്നുമില്ലാതിരുന്നെങ്കിലും അവരുടെ മേഖലകൾ തകരുകയും നൂറുകണക്കിന് ലെബനീസ് ജനത കൊല്ലപ്പെടുകയും ചെയ്തത് വലിയൊരു പ്രശ്നമായി മാറി. അതോടെ ജനരോഷം ആളിക്കത്തുകയാണ്. പാലസ്തീൻ ജനതയെ കുടിയേറ്റക്കാരായും നുഴഞ്ഞുകയറ്റക്കാരായും ഒക്കെ കണ്ട വിഭാഗങ്ങൾ വലിയ തോതിൽ തന്നെ രംഗത്തെത്തി തുടങ്ങി. പാലസ്തീൻ ജനതയോട് സഹതാപമുള്ളവർ പോലും ഇതൊരു ആഭ്യന്തര പ്രശ്നമായും സമാധാനമില്ലാതാവുന്നതിനും കാരണമായതോടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ലെബനനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ വർദ്ധിച്ചു തുടങ്ങി. PLO ഇസ്രയേൽ ആക്രമണങ്ങളും തുടർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ ലെബനനിലെ ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ 1975 ഒരു കലാപമായി തന്നെ മാറി. ഇതാണ് ലെബനീസ് സിവിൽ വാർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. പാലസ്തീനിയൻ അഭയാർത്ഥികളുടെ ആക്രമണ പ്രവർത്തനങ്ങൾ ഒരു വിഭാഗം ജനങ്ങളെ അസ്വസ്ഥമാക്കിയതിനെ തുടർന്ന് ആരംഭിച്ചിട്ടുള്ള കലാപം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ തമ്മിലുണ്ടായ പോരാട്ടങ്ങളായി കൂടി മാറുകയുണ്ടായി. ഓരോ വിഭാഗവും ഓരോ മിലിറ്റൻ്റ് ഓർഗനൈസേഷന് തന്നെ തുടക്കം കുറിക്കുകയും ചെയ്തു. പല രാജ്യങ്ങളും ആഭ്യന്തര കലാപം നിർത്താൻ വലിയ തോതിൽ ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. ഒപ്പം ഭരണമേഖലകൾ ഒട്ടനവധി ഭരണപരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. എങ്കിലും പൂർണ്ണമായൊരു അവസാനം അവിടെ ഉണ്ടാവുകയുണ്ടായില്ല.
ഭരണമേഖലകൾ ക്രിസ്ത്യൻ ആധിപത്യത്തിൽ എന്ന നിലയിൽ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും കലാപം വർദ്ധിക്കുകയുമാണ് ഉണ്ടായത്. ഇതിനിടയിൽ സിറിയൻ ആർമി ലബനനിലേക്കൊക്കെ എത്തുകയുണ്ടായി. സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതൊക്കെയായിരുന്നു ലക്ഷ്യമെങ്കിലും എല്ലാം പരാജയമായി മാറി. പല വിഭാഗങ്ങൾ അവരവരുടെ ശക്തി മേഖലകളിൽ നിന്ന് പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്നു. സത്യത്തിൽ ലബനൻ എന്ന രാജ്യം തന്നെ അനൗദ്യോഗികമായി രണ്ടായി മാറി. ഇതിനിടയിൽ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ അത് ഒരു പരിധിവരെ വിജയിക്കുകയും സമാധാന സംരക്ഷണത്തിനായി ഒരു സംയുക്ത സൈന്യമൊക്കെ സൃഷ്ടിക്കുകയുമുണ്ടായി. എന്നാൽ അവർക്കും ലബനനിൽ ഉണ്ടാവുന്ന വലിയ തോതിലുള്ള മാറ്റങ്ങളെ തടയാനായില്ല. ഓരോ മേഖലയിലുമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ മിലിറ്റന്റ് ഓർഗനൈസേഷനുകൾ പ്രാദേശികപരമായി ശക്തിയുള്ള മേഖലകളിൽ അവരവരുടെ ഇഷ്ടത്തിന് നയങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥ ലബനനിൽ സൃഷ്ടിക്കപ്പെട്ടു. ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ ഫലാഗിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ജോനിച്ച് തുറമുഖത്തോടനുബന്ധിച്ച് ഒരു വിമാനത്താവളം ഉണ്ടാക്കുകയും അതിൻ്റെ നിയന്ത്രണം അവർ സ്വയം ഏറ്റെടുക്കുകയുമൊക്കെ ഉണ്ടായി. മെറോണിറ്റുകളാകട്ടെ സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ ജീവിതം ഉറപ്പാക്കുന്നതിന് സാമ്പത്തിക ഗതാഗത മേഖലകളിൽ സ്വന്തം ആധിപത്യം ഉറപ്പിക്കുന്നതിനു വേണ്ടി സൈപ്രസുമായി നേരിട്ടുള്ള വാർത്താവിനിമയ ബന്ധങ്ങളും സ്ഥാപിച്ചു. ഒപ്പം തന്നെ ഇവർക്ക് ഇസ്രയേലിൻ്റെ കൈകളിൽ നിന്ന് തന്നെ ആയുധങ്ങളും ലഭിച്ചു തുടങ്ങി. ദേശീയവാദികളായ ഒരു വിഭാഗത്തെയും ഫലാഗിസ്റ്റുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ലബനീസ് മുന്നണി എന്നൊരു പ്രസ്ഥാനം നിലവിൽ വരികയും അവർ രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പൊതുമാർഗം നിർദ്ദേശിക്കുകയുണ്ടായി. അതനുസരിച്ച് ലബനനിനെ 4 പ്രവിശ്യകളായി തിരിച്ച് അവയ്ക്ക് സ്വയം നിർണയാവകാശം നൽകുകയാണ് വേണ്ടതെന്ന് നിർദ്ദേശിച്ചു. ദക്ഷിണ ലബനനിൽ ഷിയ വിഭാഗത്തിന് പ്രാധാന്യമുള്ളതിനാൽ അത് അവർക്ക് വിട്ടുകൊടുക്കാനും ബെയ്റൂട്ടിനും ട്രിപ്പൂണിക്കുമിടയ്ക്കുള്ള പ്രദേശങ്ങൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളായിരുന്നതിനാൽ അത് മറോണിറ്റുകൾക്കും വിട്ടുകൊടുക്കുവാനാണ് നിർദ്ദേശമുണ്ടായത്. ട്രിപ്പൂണി മുതൽ കിഴക്കൻ ലബനൻ പ്രദേശം വരെ സുന്നി വിഭാഗങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കണമെന്ന് അഭിപ്രായം വന്നു. ഓരോ പ്രവിശ്യയ്ക്കും സ്വതന്ത്രമായ പോലീസും സൈന്യവും ഉണ്ടാക്കുവാനുള്ള അവകാശവും സ്വന്തമായി നികുതി പിരിച്ചെടുക്കുവാനുള്ള അവകാശമുണ്ടായിരിക്കണം. സ്വന്തമായി നിയമനിർമ്മാണ സഭയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിസഭയുമൊക്കെ ഉണ്ടായിരിക്കണമെന്ന നിർദ്ദേശം കൂടി ലബനീസ് മുന്നണി ആവിഷ്കരിച്ചുകൊണ്ടിരുന്നു. ചുരുക്കിയാൽ ലബനൻ എന്ന രാജ്യം തന്നെ ചിഹ്ന ഭിന്നമാവുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടാവുന്നത്. വർഗീയമോ വ്യക്തിഗതമോ ആയ ചില നിക്ഷിപ്ത താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഇത്തരം ആശയങ്ങൾക്കെന്നാൽ മുന്നോട്ട് പോവാനും അത് ആവിഷ്കരിക്കാനുമൊക്കെയുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും മുസ്ലിം വിഭാഗങ്ങൾക്ക് രാജ്യത്തെ അറബിവൽക്കരിക്കുക എന്ന നയത്തിലും ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അതിനെതിരെയും നിലകൊണ്ടു. മറ്റൊരു അറബ് രാജ്യമായി ലബനൻ മാറുന്നത് അവർ തീർത്തും അംഗീകരിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ പല വിഭാഗങ്ങൾ തമ്മിൽ നിരന്തരമായ പോരാട്ടങ്ങൾ തന്നെ അവിടെ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. 1978 PLOയുടെ ഇസ്രയേൽ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ ദക്ഷിണ ലബനനിലേക്ക് അധിനിവേശം തന്നെ നടത്തുകയും വലിയ തോതിൽ ആക്രമണം നടത്തുകയുണ്ടായി. അതിനപ്പുറം 1982 ഇസ്രയേൽ അതിർത്തി കടന്ന് ലബനനിലേക്ക് കടന്നു കയറിക്കൊണ്ട് ആക്രമണം നടത്തുകയുണ്ടായി. അവിടെയും പ്രശ്നങ്ങൾ തന്നെ. ഇതിനിടയിൽ ദക്ഷിണ മേഖലയിൽ വലിയ സഹായങ്ങളൊന്നും ലഭിക്കാതെ മാർജിനലൈസ് കമ്മ്യൂണിറ്റിയായി മാറ്റപ്പെട്ട ഷിയ വിഭാഗത്തിന് ഇറാൻ്റെ നേതൃത്വത്തിൽ വലിയ സഹായങ്ങൾ ലഭിച്ചു തുടങ്ങുകയും ഈ വിഭാഗം ഇറാനോട് വലിയ കൂറ് പ്രകടിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഷിയ വിഭാഗത്തിൻ്റെ അവകാശ സംരക്ഷണം എന്ന നിലയിലും ഇസ്രയേലിനെതിരെ എന്ന നിലയിലും ഒരു ഷിയ മിലിറ്റന്റ് ഓർഗനൈസേഷൻ തന്നെ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. അതാണ് ഹിസ്ബുള്ള എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒട്ടേറെ വിഭാഗങ്ങൾ പരസ്പരം പോരടിച്ചിരുന്ന ലബനീസ് സിവിൽ വാറിൽ അവരും വന്നു ചേർന്നു. അവരുടെ പ്രധാന എതിരാളിയായി ഇസ്രയേലും അവിടെ ഉണ്ടായിരുന്നു. ഇറാൻ്റെ പിന്തുണയിൽ അവരുടെ ശക്തി അതിവേഗം വർദ്ധിക്കുകയും ചെയ്തു. ദക്ഷിണ ലബനനിലെ ഷിയ പോപ്പുലേഷൻ അവർക്ക് വലിയ പിന്തുണയും നൽകുകയുണ്ടായി. ഇത്തരത്തിൽ 1990 വരെയും ലബനീസ് സിവിൽ വാർ തുടർന്നു പോവുകയുമുണ്ടായി. ഈ ഒരു കാലത്ത് ലബനൻ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു. ഒട്ടേറെ സംഘടനകൾ ഉണ്ടായിരുന്ന ഈ ഒരു യുദ്ധകാലത്തിനപ്പുറം ആയുധങ്ങൾ കൈവശം വയ്ക്കാനുള്ള അവകാശം ലബനീസ് ആർമിക്കൊപ്പം ഹിസ്ബുള്ളയ്ക്കും നൽകുകയുണ്ടായി. അതിനർത്ഥം ആ മേഖലയിലെ ആർമിയെപ്പോലെ തന്നെ ശക്തി ഹിസ്ബുള്ളയ്ക്കും ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ പിന്നീടും നിരന്തരം പോരടിക്കുകയുണ്ടായി. അതിന്നും തുടരുകയുമാണ്. പാലസ്തീൻ വിഷയം പോലെ തന്നെ ലബനനിലും വിവിധ വിഭാഗങ്ങളുടെ മത്സരങ്ങൾ തുടർന്നു പോരുന്നു. ചുരുക്കിയാൽ
പാലസ്തീൻ പ്രശ്നത്തിന് പൂർണ്ണമായ ഒരു പരിഹാരം കാണുന്നതുവരെയും ലബനനിലും സംഘർഷഭരിതമായ സാഹചര്യങ്ങളും കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷവും തുടരുമെന്ന് പറയാം. ഇസ്രയേൽ ലബനൻ ബന്ധങ്ങളെ പരിശോധിക്കുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ ഒരു വലിയൊരു പ്രശ്നമൊന്നും കാണില്ല എങ്കിലും പാലസ്തീൻ വിഷയത്തോടെ ലബനനും അതിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതായ ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയാവുന്നതാണ്.